ലെക്ചേഴ്സ് ആണല്ലോ. അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്നത് കേരള ലോ എൻട്രൻസ് എക്സാമിനേഷന്റെ വരാറുള്ള ഒരു ചോദ്യമാണ് മാത്സിന്റെ പോർഷനിൽ നിന്ന്. ടൈം ആൻഡ് ഡിസ്റ്റൻസ്, സമയവും ദൂരവും. നമുക്കൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള ടേം ആണ്. നമ്മൾ ഡെയിലി ലൈഫിൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ് സമയവും ദൂരവും എന്ന് പറയുന്നത്. അപ്പൊ ഈ ടൈം ആൻഡ് ഡിസ്റ്റൻസിനെ നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞവരുണ്ടാകും, ടൈം ആൻഡ് ഡിസ്റ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ചെയ്തവരുണ്ടാകും. പിന്നെ അത് പഠിച്ചിട്ടില്ല, അത് മാറ്റി വെച്ചിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തൊട്ട് പറയുന്നത്. ഇപ്പൊ ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ രണ്ട് കാര്യങ്ങളെ, സമയവും ദൂരവും, ഇത് രണ്ടിനെയും കൂടി നമ്മൾ കണക്ട് ചെയ്യുന്നത് സ്പീഡ് വഴിയായിട്ടാണ്. സ്പീഡ് എന്ന ടേം വഴിയായിട്ടാണ് ടൈമിനെയും ഡിസ്റ്റൻസിനെയും നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പൊ സ്പീഡ് ഈസ് ഈക്വൽ ടു, അപ്പൊ അത് മാത്തമാറ്റിക്കലി നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ആ ഒരു ഇക്വേഷൻ ആണ് നിങ്ങൾ പഠിച്ചു വെക്കുക. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പൊ ആക്ച്വലി സ്പീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ടൈമിൽ എത്രത്തോളം, അതായത് ഒരു യൂണിറ്റ് ടൈമിൽ നമ്മൾ എത്രത്തോളം ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നു അതിനെയാണ് സ്പീഡ് എന്ന് പറയുന്നത്. ഒരു യൂണിറ്റ് ടൈമിൽ നമ്മൾ എത്രത്തോളം ഡിസ്റ്റൻസ് അല്ലെങ്കിൽ എത്രത്തോളം ദൂരം സഞ്ചരിക്കുന്നു അല്ലെങ്കിൽ എത്രത്തോളം ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നു അതിനെയാണ് സ്പീഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ യൂണിറ്റ് ടൈം എന്ന് പറയുന്നത് ഏതാ? യൂണിറ്റ് ടൈം എന്ന് പറയുന്നത് അവർ ആകാം, അല്ലെങ്കിൽ മിനിറ്റ് ആകാം, സെക്കൻഡ് ആകാം. അപ്പൊ നമ്മൾ ഏത് ടൈമിലാണോ അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് ആ ടൈമാണ് അവിടുത്തെ യൂണിറ്റ് ടൈം ആയിട്ട് പറയുന്നത്. അതായത് ഇപ്പൊ ഞാൻ അവറിലാണ് പറയുന്നത്, 10 മണിക്കൂറിലാണ് പറയുന്നതെങ്കിൽ 1 മണിക്കൂറാണ് അവിടുത്തെ യൂണിറ്റ് ടൈം ആയിട്ട് വരുന്നത്. അല്ലെങ്കിൽ 10 മിനിറ്റിലാണ് പറയുന്നതെങ്കിൽ 1 മിനിറ്റ് ആണ് അവിടുത്തെ യൂണിറ്റ് ടൈം. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഒരു 100 സെക്കൻഡിലാണ് പറയുന്നതെങ്കിൽ 1 സെക്കൻഡ് ആണ് അവിടുത്തെ യൂണിറ്റ് ആയിട്ടുള്ള ടൈം പറയുന്നത്. അപ്പൊ ഞാൻ എന്ത് യൂണിറ്റിലാണോ, ടൈമിന്റെ എന്ത് യൂണിറ്റിലാണോ ഞാൻ അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് ആ യൂണിറ്റ് അതിനെ സംബന്ധിച്ചായിരിക്കും വരുന്നത്. നിങ്ങൾ ഓർക്കുക, ഈ ഒരു ടൈമിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്, അപ്പൊ ഒരു യൂണിറ്റ് ടൈം, അപ്പൊ യൂണിറ്റ് എന്തും ആവാം, അവർ ആവാം, മിനിറ്റ് ആവാം, സെക്കൻഡ് ആവാം. ഒരു യൂണിറ്റ് ടൈമിൽ എത്രത്തോളം ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്നു അതിനെയാണ് സ്പീഡ് എന്നുള്ള രീതിയിൽ പറയുന്നത്. അപ്പൊ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക. ഇപ്പൊ ഒരു വ്യക്തി 100 കിലോമീറ്റർ 10 മണിക്കൂർ കൊണ്ടാണ് ട്രാവൽ ചെയ്തത്. 100 കിലോമീറ്റർ 10 മണിക്കൂർ കൊണ്ടാണ് ട്രാവൽ ചെയ്തത്. അപ്പൊ അവിടുത്തെ ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട് 100 കിലോമീറ്റർ ആണെന്ന, ടൈം തന്നേക്കുന്നത് 10 മണിക്കൂറാണ്. ഓക്കെ, ഇപ്പൊ നമ്മളോട് സ്പീഡ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഇവിടുത്തെ ഡിസ്റ്റൻസ് എത്രയാ? 100 കിലോമീറ്റർ ബൈ ടൈം എന്ന് പറയുമ്പോൾ 10 മണിക്കൂർ. ഇതെങ്ങനെയാ വരുന്നത്? 10 കിലോമീറ്റർ പെർ അവർ. ഓക്കെ, ഇത് ഓർത്തിരിക്കുക. നിങ്ങൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്, 10 കിലോമീറ്റർ പെർ അവർ. ഇതെങ്ങനെ 10 കിലോമീറ്റർ പെർ അവർ ആൻസർ വന്നത്? കിലോമീറ്റർ പെർ അവർ ആൻസർ വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഡിസ്റ്റൻസ് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്? കിലോമീറ്ററിലാണ്. ടൈം നമ്മൾ ഏത് യൂണിറ്റിലാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്? അവറിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കിലോമീറ്റർ പെർ അവർ ആയി. കിലോമീറ്റർ പെർ അവറിൽ മാത്രമാണോ നമുക്ക് ഈ ഒരു ടൈമിനെ അല്ലെങ്കിൽ ഡിസ്റ്റൻസിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത്? കിലോമീറ്ററിൽ മാത്രമാണോ ഡിസ്റ്റൻസിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുക? അവറിൽ മാത്രമാണോ ടൈമിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുക? അല്ല, നമുക്ക് മീറ്റർ പെർ മിനിറ്റ് എന്ന് റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് എന്ന് റെപ്രസെന്റ് ചെയ്യാം. പൊതുവെ വരാറ് കിലോമീറ്റർ പെർ അവറും മീറ്റർ പെർ മിനിറ്റും മീറ്റർ പെർ സെക്കൻഡും. ഇതിൽ കൂടുതൽ വരാറ് കിലോമീറ്റർ പെർ അവറും മീറ്റർ പെർ സെക്കൻഡിലും ആണ് ചോദ്യം വരാറ്. റെപ്രസെന്റ് ചെയ്യാറ് ടൈമിനെ ഡിസ്റ്റൻസിനെ റെപ്രസെന്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാറ് കിലോമീറ്റർ പെർ അവറിലും മീറ്റർ പെർ സെക്കൻഡിലും ആണ്. അപ്പൊ ഇതിനെ രണ്ടിനെയും നമ്മൾ കണക്ട് ചെയ്യേണ്ടതുണ്ട്. എങ്ങനെ കണക്ട് ചെയ്യേണ്ടതായിട്ട് വരും? ഇപ്പൊ സപ്പോസ് നമുക്ക് ക്വസ്റ്റ്യൻ തരുമ്പോ സ്പീഡ് തന്നിരിക്കുന്നത്, ചോദ്യത്തിൽ സ്പീഡ് ഉത്തരം നമുക്ക് തന്നിട്ടുണ്ട്. സ്പീഡ് ഈസ് ഈക്വൽ ടു കിലോമീറ്റർ പെർ അവർ എത്രയോ തന്നിട്ടുണ്ട്, എത്രയെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ എത്രയെങ്കിലും ഒരു സംഖ്യ വന്നിട്ട് അവിടെ കിലോമീറ്റർ പെർ അവർ എന്ന സ്പീഡ് വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മളോട് ഇതിന്റെ ഡിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓപ്ഷൻസിൽ തന്നിരിക്കുന്നതൊക്കെ മീറ്റർ വെച്ചിട്ടാ, ഒക്കെ മീറ്റർ. അപ്പൊ നിങ്ങളത് നോക്കുക, കിലോമീറ്റർ പെർ അവർ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. പക്ഷെ ഉത്തരത്തിൽ ഏതിലേക്ക് ആക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഡിസ്റ്റൻസ് കണക്കാക്കാൻ പറഞ്ഞിട്ടുള്ളത് മീറ്ററിലാണ്. ഇവിടെയാണെങ്കിൽ കിലോമീറ്റർ ആണ്, മീറ്ററിലേക്ക് നമ്മളോട് ആക്കാൻ പറഞ്ഞിരിക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഉത്തരം ഏത് ഫോമിലാ തന്നിരിക്കുന്നത് എന്ന് നോക്കണം. അതായത് ആൻസർ ഏത് ഫോമിലാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്, ഏത് യൂണിറ്റിലാണെന്ന് നോക്കുക. ആ യൂണിറ്റിലേക്ക് നമുക്ക് ഈ ഒരു കിലോമീറ്ററിനെ ആദ്യമേ തന്നെ ആക്കണം, മീറ്ററിലേക്ക് ആക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? ഒരു കിലോമീറ്റർ പെർ അവറിലാണ് തന്നിരിക്കുന്നത്, മീറ്ററിലാണ് നമ്മുടെ ഓപ്ഷൻസ് ഒക്കെ തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ ഈ ഒരു ചോദ്യത്തെ ആദ്യം ഈ ഒരു ഉത്തരത്തിന്റെ ഫോർമാറ്റിലേക്ക് ആക്കുക, മീറ്ററിലേക്ക് ആക്കുക. അപ്പൊ കിലോമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കാൻ, അല്ലെങ്കിൽ കിലോമീറ്റർ പെർ അവറിനെ
മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കുകയാണ് അല്ലെങ്കിൽ മീറ്ററിലേക്ക് ആക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ നമുക്ക് നോക്കാം. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കണം. അങ്ങനെ ആക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇപ്പോൾ 36 കിലോമീറ്റർ പെർ അവർ ആണ് തന്നിരിക്കുന്നതെന്ന് വിചാരിക്കുക. ഇതിനെ നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കണം. അങ്ങനെ ആക്കണമെങ്കിൽ ഒന്നും ചെയ്യേണ്ട, ഇത്ര മാത്രം ചെയ്താൽ മതി. കിലോമീറ്റർ പെർ അവർ ഇതിനെ ആക്കാൻ വേണ്ടിയിട്ട് ഇൻറ്റു 5/80. ഇത് ഓർത്തിരിക്കുക നിങ്ങൾ, 5/18 കൊണ്ട് ഇൻറ്റു ചെയ്യുക. 5/18. അപ്പൊ അതെങ്ങനെയാ ചെയ്യുന്നത്? 5/18 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നത് മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കാൻ. ഇവിടെ 36 ഇൻറ്റു 5/80. നമുക്ക് എന്ത് ചെയ്യാം? വെട്ടിപ്പോവും. 36 2 ആണ് വരുന്നത്. 5 ഇൻറ്റു 2 10 വരും. 10 മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് ആൻസർ വരിക. അപ്പൊ നമ്മൾ കിലോമീറ്റർ പെർ അവറിൽ തന്നിരിക്കുന്നതിനെ നമ്മൾ യൂണിറ്റ് മാറ്റി മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കണമെങ്കിൽ നിങ്ങൾ ഇത്ര മാത്രം ഓർക്കുക, 5/18 കൊണ്ട് ഇൻറ്റു ചെയ്യുക. ദാറ്റ് മീൻസ് 36 ഇൻറ്റു 5/18. അപ്പൊ അങ്ങനെ വരുമ്പോൾ എത്ര കിട്ടും നമുക്ക് ആൻസർ? 10 മീറ്റർ പെർ സെക്കൻഡ് ആകും. കിലോമീറ്റർ പെർ അവറിൽ തന്നിരിക്കുന്നത് നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കണമെങ്കിൽ 5/18 കൊണ്ട് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 10 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. അപ്പൊ നമ്മൾ ഇത് ആദ്യമേ തന്നെ ചെയ്ത് വെക്കണം കേട്ടോ. അതല്ലെങ്കിൽ നമ്മുടെ ആൻസർ തെറ്റിപ്പോകും. നമുക്ക് ഉത്തരം ഏത് ഫോർമാറ്റിലാണ് തന്നിരിക്കുന്നത് നോക്കുക. അപ്പൊ ആ ഒരു യൂണിറ്റിലേക്ക് ആക്കണമെങ്കിൽ നിങ്ങൾ അത് ആദ്യമേ തന്നെ ഇൻഡു ചെയ്ത് മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കി വെക്കുക. ഓക്കെ, ഇനി ഇപ്പൊ സപ്പോസ് നേരെ തിരിച്ചാണ് നോക്കാം. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് ആക്കാനാണെങ്കിലോ, മീറ്റർ പെർ സെക്കൻഡ് ആണ് തന്നിട്ടുള്ളത്. ഈ 10 ഇത് തന്നെ നമുക്ക് എടുക്കാം. 10 മീറ്റർ പെർ സെക്കൻഡ്. ഇതിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് ആക്കാനാ. ഒന്നുമില്ല, ഇവിടെ 5/18 ആണെങ്കിൽ ഇത് നേരെ തിരിച്ചിട്ടാ മതി. ഇൻറ്റു 18/5. നിങ്ങൾ ഇത് മറക്കാതെ പഠിച്ചു വെക്കുക, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കാൻ 5/18 വെച്ച് ഇൻറ്റു ചെയ്യുക. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് ആക്കാൻ 18/5 കൊണ്ട് ഇൻറ്റു ചെയ്യുക. ഇതെങ്ങനെ 18/5 കൊണ്ട് നമ്മൾ ഇൻറ്റു ചെയ്യും? 10 ഇൻറ്റു 80/5. 18 ഇൻറ്റു 2 എത്ര വരും? 36 കിലോമീറ്റർ പെർ അവർ. കണ്ടോ, സിമ്പിൾ അല്ലേ? ഇത്രയേ ഉള്ളൂ. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കാൻ 5/18, മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് ആക്കാൻ നേരെ തിരിച്ച് 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആദ്യമേ ചെയ്ത് വെക്കുക കേട്ടോ. നമ്മുടെ യൂണിറ്റ് ഏതാണോ ആൻസറിൽ തന്നിരിക്കുന്നത് അതിലേക്ക് ചെയ്ത് വെക്കുക. അതല്ലെങ്കിൽ നിങ്ങളുടെ ആൻസർ മുഴുവൻ തെറ്റിപ്പോകും അല്ലെങ്കിൽ ചെയ്യുമ്പോൾ. അപ്പൊ ഇത് നമ്മൾ ഓപ്ഷൻ അനുസരിച്ചിട്ടായിരിക്കണം ഇത് ചേഞ്ച് ചെയ്യേണ്ടത്. ഓപ്ഷനിൽ ഏതാണോ തന്നിരിക്കുന്ന യൂണിറ്റ് ആ യൂണിറ്റ് അനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ മാറ്റേണ്ടത്. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് വേണ്ടത് സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്നാ തന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് സപ്പോസ് ഡിസ്റ്റൻസിന്റെ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിലോ, ഡിസ്റ്റൻസ് കവർ ചെയ്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഡിസ്റ്റൻസ് എത്ര അവിടെ കവേർഡ് ആയി, അല്ലെങ്കിൽ എത്ര ഡിസ്റ്റൻസ് അവിടെ കവർ ചെയ്തു എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഇക്വേഷനിൽ നിന്ന് തന്നെ കിട്ടില്ലേ? ഇത് ഇങ്ങോട്ട് കൊടുത്താൽ മതി. സ്പീഡ് ഇൻറ്റു ടൈം ചെയ്താൽ മതി. സ്പീഡ് ഇൻറ്റു ടൈം ചെയ്യുമ്പോഴേക്ക് എന്ത് കിട്ടും? ഡിസ്റ്റൻസ് കവേർഡ് കിട്ടും. ഡിസ്റ്റൻസ് ആണ് വേണ്ടതെങ്കിൽ സ്പീഡ് ഇൻറ്റു ടൈം ചെയ്യുക. ഇനിയിപ്പോ ടൈം നമുക്ക് കിട്ടണ്ടെങ്കിലോ ആ ഇക്വേഷനിൽ തന്നെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ആ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്നുള്ള ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കുക. അതിൽ നിന്ന് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ സ്പീഡ് ഇൻറ്റു ടൈം കൊടുക്കുക. ടൈം ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ടൈം കണ്ടുപിടിക്കുക. എത്ര ടൈം ടേക്കൺ ചെയ്തു എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നേരെ തിരിച്ചറിയാം. ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ താഴോട്ട് കൊണ്ടുവന്നേ. ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ എന്താ വരുന്നത്? സ്പീഡ്. വരുമ്പോ നമുക്ക് ടൈം കിട്ടും. ഈ ഇക്വേഷനിൽ തന്നെ നമുക്ക് 3 എണ്ണം കിട്ടി. ഇത് 3 നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. 1 2 3. ഇത് എളുപ്പമാണ് പഠിക്കാൻ. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. എന്നിട്ട് ഇപ്പൊ നിങ്ങൾക്ക് സപ്പോസ് ഇത് കാണപ്പാടം പഠിക്കാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ ഇത് പരീക്ഷ പേപ്പർ കിട്ടുമ്പോൾ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള പേപ്പർ കിട്ടുമല്ലോ. അപ്പൊ ആദ്യമേ തന്നെ സ്പീഡുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ നിങ്ങൾ ഇതെങ്ങനെ എഴുതി വെക്കുക. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അതിനുശേഷം എന്ത് ചെയ്യുക? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഇനിയിപ്പോ നോക്കുക, നിങ്ങൾ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണോ ടൈം കണ്ടുപിടിക്കാനാണോ എന്നൊക്കെ. അപ്പൊ അതനുസരിച്ച് നിങ്ങൾക്ക് ഇക്വേഷൻ മാറ്റിയാൽ മതി. സ്പീഡ് ആണല്ലോ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്നതെങ്കിൽ അത് അതെവിടെയാക്കുക? ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്നതെങ്കിൽ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തിരുന്നു എന്നാണെങ്കിൽ സ്പീഡ് ഇൻറ്റു ടൈം എന്നാക്കുക. ടൈം ആണ് കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്നതെങ്കിൽ ടൈം ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് വരും.
അപ്പൊ ഇപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. എങ്ങനെയാണ് കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കുന്നത്, മീറ്റർ പെർ സെക്കൻഡിനെ എങ്ങനെയാണ് കിലോമീറ്റർ പെർ അവറിലേക്ക് ആക്കുന്നത്, സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഇതിൽ നിന്ന് എങ്ങനെ ടൈം കണ്ടുപിടിക്കാം, എങ്ങനെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം എന്നുള്ള ഇക്വേഷൻ ഒക്കെ നമ്മൾ നോക്കി വെച്ചു. ഒക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ആവറേജ്. ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞ് ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണ് എങ്കിൽ എങ്ങനെ നിങ്ങൾ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കും? ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി ആവറേജ് കാണുന്നത് എങ്ങനെയാ? ആവറേജ് എന്ന് പറയുന്നത് ടോട്ടൽ ആയിട്ടുള്ള സം എത്രയാണോ അത് ഡിവൈഡഡ് ബൈ ടോട്ടൽ പാർട്ടിസിപ്പൻസ്, അത് വഴിയായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ടോട്ടൽ സം എത്രയാണോ അത് ഡിവൈഡ് ബൈ ടോട്ടൽ പാർട്ടിസിപ്പൻസ് ആയിട്ടായിരിക്കും നമ്മൾ ചെയ്യുക ആവറേജ് കണ്ടുപിടിക്കാനായിട്ട്. ഇപ്പൊ ഇവിടെ ആവറേജ് സ്പീഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു സ്പീഡ് ഉണ്ട് S1ഉം സ്പീഡ് 1 എന്ന് ഓർത്തോട്ടോ, സ്പീഡ് 2, ഇങ്ങനെ 2 സ്പീഡ് ഉണ്ട്. ഇതിന്റെ ആവറേജ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ആവറേജ് സ്പീഡ് എങ്ങനെ കണ്ടുപിടിക്കും? ഓക്കെ, നമ്മൾ നോർമലി ചെയ്യുക S1 പ്ലസ് S2. ഓക്കെ, എത്രയുണ്ട് സമ്മ്? 1ഉം 2ഉം കൂടി കൂട്ടി 2. അങ്ങനെ നിങ്ങൾ എഴുതി വെക്കരുത്, തെറ്റാണ്. ഇങ്ങനെ എഴുതരുത്. ആവറേജ് സ്പീഡ് ചെയ്യണ സമയത്ത് എത്രയാണോ 2 സ്പീഡും കൂടി പ്ലസ് ചെയ്തിട്ട് നിങ്ങൾ 2 ടോട്ടൽ നമ്പർ 2 ഉണ്ട് 2 സ്പീഡല്ലേ എന്ന് വിചാരിച്ച് അങ്ങനെ ഡിവൈഡ് ചെയ്തരുത്. ഇത് തെറ്റാണ്. ഇപ്പൊ ആവറേജ് സ്പീഡ് കാണുമ്പോൾ നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ആ ആവറേജ് സ്പീഡിന്റെ ഇക്വേഷൻ വെച്ചിട്ടായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ഇങ്ങനെ എഴുതരുത് കേട്ടോ, ഇത് തെറ്റാണ്. നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. ഈ രീതിയിൽ തന്നെ എഴുതാവുള്ളൂ. ആവറേജ് സ്പീഡിന്റെ കൊടുത്തിട്ടുള്ള ഇക്വേഷൻ ഇങ്ങനെയാണ്. നിങ്ങൾ കാണാപ്പാടും പഠിച്ചു വെക്കുക. ആവറേജ് സ്പീഡ് കാണാൻ പറയുകയാണെങ്കിൽ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. 2 എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? S1 S2 2 ഇൻറ്റു ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. 2 S1 S2 ഡിവൈഡഡ് ബൈ S1 പ്ലസ് S2. ഈ S1 S2 എന്നൊക്കെ പറഞ്ഞാൽ എന്താ? 2 സ്പീഡ് തന്നിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ സ്പീഡും രണ്ടാമത്തെ സ്പീഡും കൂടി ഇൻറ്റു ചെയ്യുക. ഇതിനോടൊപ്പം 2വിനോടൊപ്പം ഇൻറ്റു ചെയ്യുക, ഡിവൈഡഡ് ബൈ ആ 2 സ്പീഡും കൂടി പ്ലസ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഇക്വേഷൻ മറക്കാതെ പഠിച്ചു വെക്കുക. ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 2S1 S2 ഡിവൈഡഡ് ബൈ S1 പ്ലസ് S2. ഇതാണ് ആവറേജ് സ്പീഡ് കാണുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ. ഈ പറയുന്ന സിറ്റുവേഷൻസിൽ അവര് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും കേട്ടോ, സ്പീഡിനാണ് വ്യത്യാസം ഉള്ളത്. ഇപ്പൊ സപ്പോസ് ഞാൻ ഇവിടെ നിന്ന് ബസ് സ്റ്റോപ്പ് വരെ പോയത് ഒരേ ദൂരം തന്നെയാണ്. ഇത് ഞാൻ ഊബറിന് പോകുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഓട്ടോയ്ക്ക് പോകുകയാണെങ്കിൽ വരുന്ന സ്പീഡ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 35 കിലോമീറ്റർ ആയിരിക്കാം, പെർ അവർ ആയിരിക്കാം. ഇനി ഞാൻ നടന്നാ പോയതെങ്കിൽ ഒരു 5 കിലോമീറ്റർ പെർ അവർ ആയിരിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ സ്പീഡ് രണ്ടും വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷെ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് ഞാൻ ഇവിടെ നിന്ന് ബസ് സ്റ്റോപ്പ് വരെ പോയതും അതോടൊപ്പം തന്നെ തിരിച്ചു വന്നപ്പോൾ ഞാൻ പോകുന്നത് ചിലപ്പോൾ നടന്നായിരിക്കാം. ഇവിടുന്ന് പോയപ്പോൾ ഓട്ടോയ്ക്ക് പോയി, തിരിച്ചു വന്നപ്പോൾ നടന്നു വന്നു. പക്ഷെ രണ്ടും എന്താ? സെയിം ദൂരം തന്നെ. എൻ്റെ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്നു, ബസ് സ്റ്റോപ്പിൽ നിന്ന് തിരിച്ചു വരുന്നതും സെയിം ദൂരം തന്നെയാണ്. പക്ഷെ പോയ രീതി 2 രീതികളിലൂടെ ആയതുകൊണ്ട് സ്പീഡിന് വ്യത്യാസമുണ്ട്. അപ്പൊ അങ്ങനെ സ്പീഡിന് വ്യത്യാസം ഉണ്ടെങ്കിൽ ആദ്യം പോയ സ്പീഡായിരിക്കും, അങ്ങ് പോയ സ്പീഡായിരിക്കും S1 എന്ന് പറയുന്നത്, ചിലപ്പോൾ തിരിച്ചു വന്ന സ്പീഡായിരിക്കും S2 എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഡിസ്റ്റൻസ് സെയിം ആകുന്ന സിറ്റുവേഷനിൽ, ദൂരം സെയിം ആണ്, ഡിസ്റ്റൻസ് സെയിം ആകുന്ന സിറ്റുവേഷനിൽ സ്പീഡ് ആവറേജ് കണക്കാക്കാൻ പറ്റും. 2 സ്പീഡിൽ നമ്മൾ അവിടെ ട്രാവൽ ചെയ്തിട്ടുണ്ട്, 2 സ്പീഡിലാണ് ട്രാവൽ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഡിസ്റ്റൻസ് സെയിം ആകുന്ന സിറ്റുവേഷനിൽ ആവറേജ് സ്പീഡ് കണക്കാക്കാൻ പറയുമ്പോൾ നിങ്ങൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യുക? 2S1 S2 ഡിവൈഡഡ് ബൈ S1 പ്ലസ് S2. ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ടാണ് എഴുതേണ്ടത്. S1 എന്ന് പറയുന്നത് ചിലപ്പോൾ ആദ്യത്തെ സ്പീഡ് ആയിരിക്കും, S2 എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്പീഡ് ആയിരിക്കും. ഓക്കെ, S1 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 35 ആയിരിക്കാം, ഈ S2 എന്ന് പറയുന്നത് 5 ആയിരിക്കും. ആ രീതിയിൽ കേട്ടോ. അപ്പൊ ഇപ്പൊ നമുക്ക് ഏറെക്കുറെ സ്പീഡ് അല്ലെങ്കിൽ ടൈം ആൻഡ് ഡിസ്റ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളും ഇക്വേഷനും. ആവറേജ് സ്പീഡ് സെയിം ഡിസ്റ്റൻസ് തന്നിട്ട് ഡിഫറെന്റ് സ്പീഡ്സ് തന്നിട്ട് ആവറേജ് സ്പീഡ് കണക്കാക്കാൻ പറഞ്ഞാൽ ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യണമെന്നും ഇനിയുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ നോക്കാം. അപ്പൊ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കും ഇങ്ങനെയാണ്: എ ബോയ് ട്രാവൽ എ സർട്ടൻ ഡിസ്റ്റൻസ്. ഒരു ബോയ് ട്രാവൽ ചെയ്തു ഒരു സർട്ടൻ ഡിസ്റ്റൻസ്, എത്രയോ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത്, എത്രയാന്ന് പറഞ്ഞിട്ടില്ല. ബൈ ട്രെയിൻ, ട്രെയിൻ വഴിയായി ട്രാവൽ ചെയ്തത് എത്ര സ്പീഡിലാണ്? അറ്റ് 25 കിലോമീറ്റർ പെർ അവർ. കിലോമീറ്റർ പെർ അവറിലാണ് തന്നിരിക്കുന്നത്. ട്രെയിനിൽ ഒരു സർട്ടൻ ദൂരം, നിശ്ചിത ദൂരം സഞ്ചരിച്ചത് ഒരു ബോയ് എത്രയാണ്? 25 കിലോമീറ്റർ പെർ അവറിലാണ്. ദൂരം എത്രയാണെന്ന് അവർ പറഞ്ഞിട്ടില്ല. ആൻഡ് വോക്ക് ബാക്ക്, തിരിച്ചു നടന്നു വന്നു. തിരിച്ചു നടന്നു വരുന്നു എന്ന് പറയുമ്പോൾ എന്താ? സെയിം ദൂരം തന്നെയാണ്. വോക്ക് ബാക്ക് അറ്റ് ഏത് സ്പീഡിൽ വന്നു? 4 കിലോമീറ്റർ പെർ അവർ സ്പീഡിലാണ് തിരിച്ചു നടന്നു വന്നത്. ദ ഹോൾ ജേർണി ടു 5 hours and 48 minutes. കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ജേർണിക്ക് വേണ്ടി എടുത്ത സമയം എത്രയാ? അങ്ങോട്ട് പോകാനും തിരിച്ചു വരാനും കൂടി എടുത്ത സമയം 5 hours and 48 minutes ആണ്. വാട്ട് ഡിസ്റ്റൻസ് ഹി ട്രാവൽ ബൈ ട്രെയിൻ? ട്രെയിൻ വഴിയായിട്ട് എത്ര ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്തത്?
അപ്പൊ നമുക്കറിയാം രണ്ടും ഈ പറയുന്ന അങ്ങോട്ട് പോയത് ട്രെയിൻ വഴിയായിട്ടാണ്, അല്ലെങ്കിൽ ഇങ്ങോ വന്നത് തിരിച്ചു വന്നത് നടന്നാണെങ്കിലും സെയിം ദൂരം തന്നെ വോക്ക് ബാക്ക് ചെയ്തു. സർട്ടൻ ഡിസ്റ്റൻസ് അങ്ങോട്ട് പോവുകയും ചെയ്തു, ട്രെയിനിന് തിരിച്ചു വരികയും ചെയ്തു. സെയിം ഡിസ്റ്റൻസ് അവിടെ സെയിം തന്നെയാണ്, രണ്ട് സ്പീഡ് തന്നിരിക്കുകയാണ്. സെയിം ഡിസ്റ്റൻസ്, സർട്ടൻ ഡിസ്റ്റൻസ് പോയി എന്നല്ലേ പറഞ്ഞത്, അപ്പൊ സെയിം ഡിസ്റ്റൻസ് തന്നെയാണ് അവിടെ പോയിരിക്കുന്നത്. അപ്പൊ നമുക്കിപ്പോ ട്രെയിൻ വഴിയായിട്ട് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാലും വാക്ക് ബാക്ക് ചെയ്ത ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനും ഡിസ്റ്റൻസ് സെയിം തന്നെയാണ്. അപ്പൊ നമ്മളിവിടെ എന്ത് ചെയ്യണം, ആവറേജ് ആയിട്ടുള്ള സ്പീഡ് കണക്കാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പൊ നമ്മളിവിടെ ആദ്യം കണക്കാക്കാൻ പറഞ്ഞിട്ടുള്ള എന്തൊക്കെയാണ് ശരി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ എങ്ങനെയാ, ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു എന്താ വരുന്നത്, സ്പീഡ് ഇൻറ്റു ടൈം ആ വരുന്നത്. ഇതെങ്ങനെയാ നമ്മൾ കിട്ടിയത്, സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, ഇതല്ലേ നമ്മുടെ ഇക്വേഷൻ. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ഡിസ്റ്റൻസ് കണക്കാക്കാൻ പറയുമ്പോൾ ക്രോസ് ചെയ്യുക, എങ്ങനെ, സ്പീഡ് ഇൻറ്റു ടൈം. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം ആണെന്ന് നമുക്കറിയാം. അപ്പൊ അതിൽ നമ്മൾ ഇത് അപ്ലൈ ചെയ്യാണ്. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു, നമുക്ക് ഇവിടെ സ്പീഡ് എന്ന് പറയുന്നത് എന്താ, രണ്ട് സ്പീഡ് തന്നിട്ടുണ്ട്. അങ്ങോട്ട് പോയത് ഇങ്ങോട്ട് വന്നതും തിരിച്ച് രണ്ട് സ്പീഡുകൾ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ സ്പീഡിന്റെ സമയത്ത് നമുക്ക് ഇവിടെ എന്താ എഴുതണ്ടേ, ആ ഒരു ആവറേജ് ആയിട്ടുള്ള സ്പീഡാണ് നമുക്ക് കണക്കാക്കുന്നത്. അപ്പൊ ആവറേജ് സ്പീഡിന്റെ നമുക്ക് ഒരു ഇക്വേഷൻ അറിയാലോ, ഏതാണ്, 2s1 ഇൻറ്റു s2, സ്പീഡ് 1 സ്പീഡ് 2, 2s1 ഇൻറ്റു s2 ഡിവൈഡഡ് ബൈ s1 പ്ലസ് s2, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, ഇപ്പൊ സ്പീഡിന്റെ ഇക്വേഷൻ ആവറേജ് സ്പീഡ് കാണണം. ഇവിടെ സ്പീഡ് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ടെണ്ണല്ലേ തന്നേക്കുന്നത്, അപ്പൊ നമ്മൾ ആവറേജ് സ്പീഡ് കാണണം. അപ്പൊ അതിന്റെ ഇക്വേഷൻ നമ്മൾ എഴുതി. ഇനി ഇൻറ്റു എന്താ, ടൈമാ പറഞ്ഞേക്കുന്നത്. ഇവിടെ എത്ര ടൈം തന്നിട്ടുള്ളത്, ടോട്ടൽ ടൈം 5 ഹവറും 48 മിനിറ്റും. 5 ഹവർ 48 മിനിറ്റ്. അപ്പൊ നമുക്ക് ഈ 48 മിനിറ്റ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം, അവറിലാണ് തന്നിരിക്കുന്നത്. 25 കിലോമീറ്റർ പെർ അവർ അല്ലെ, അവറിലല്ലേ തന്നിരിക്കുന്നത്. അപ്പൊ നമുക്കിത് ഒന്നുമില്ലെങ്കിൽ മിനിറ്റിലേക്ക് ആക്കണം, അല്ലെങ്കിൽ അവറിലേക്ക് ആക്കണം. അപ്പൊ അവറിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അവറിലേക്കാണ് നമ്മൾ ആക്കേണ്ടത്. അപ്പൊ അവറിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇങ്ങനെ നമ്മൾ ചെയ്യേണ്ടത് 5 ഹവർ 48 മിനിറ്റ് നമുക്ക് അവറിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 5 എഴുതുകയാണ്. 5 ഇൻറ്റു 48 ഡിവൈഡഡ് ബൈ 60. ഇതെങ്ങനെയാ 48 ഡിവൈഡ് ബൈ 60 വന്നത്, നമ്മൾ ഒരു മണിക്കൂർ എന്ന് പറയുന്നത് നമുക്ക് മിനിറ്റിനെ എന്ത് ചെയ്യണം, അവറിലേക്ക് കൺവേർട്ട് ചെയ്യണം. മിനിറ്റിനെ അവറിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെ, ഈ 60 വന്നത്, 60 വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു അവർ എന്ന് പറയുന്നത് 60 മിനിറ്റ്സ് ആണ്. ഓക്കെ, 60 മിനിറ്റ് ആണ് നമുക്കറിയാം. ഇപ്പോൾ ഒരു അവർ എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതൊരു മിനിറ്റിനെയും നമ്മൾക്ക് അവറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി 60 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ മതി. ഇപ്പൊ 5 മിനിറ്റിനെ നമുക്ക് അവറിലേക്ക് കൺവേർട്ട് ചെയ്യണം. എന്ത് ചെയ്യണം, നിങ്ങൾ 5 ഡിവൈഡ് ബൈ 60 ചെയ്താൽ മതി. ഏത് മിനിറ്റിനെയും നിങ്ങൾക്ക് ഇപ്പൊ 10 മിനിറ്റ് ആണ്, 10 മിനിറ്റിനെ നിങ്ങൾക്ക് അവറിലേക്ക് കൺവേർട്ട് ചെയ്യണം, മണിക്കൂറിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ 10 മിനിറ്റ് ആണ് എങ്കിൽ 10 ഡിവൈഡഡ് ബൈ 60 ചെയ്താൽ മതി. അപ്പൊ ഇവിടെ നമുക്ക് 48 മിനിറ്റ്, അതുകൊണ്ട് തന്നെ 48 ഡിവൈഡഡ് ബൈ 60 ചെയ്താൽ മതി. 5 ഇൻറ്റു 48 ഡിവൈഡ് ബൈ 60. ഇതെങ്ങനെ ചെയ്യും, ഇത് ചെയ്യാനായിട്ട് നമ്മൾ 5 48 ഡിവൈഡ് ബൈ 60 ഇത് നമ്മൾ എങ്ങനെ ചെയ്യും, 12ന്റെ മൾട്ടിപ്പിൾ ആണ്. 12 4 48 ആണ്. 12 5 നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, 12 4 48, 12 5 60 ആണ്. അപ്പോൾ ഇനി മിക്സഡ് ഫ്രാക്ഷൻ നമ്മൾ ചെയ്യണം. മിക്സഡ് ഫ്രാക്ഷൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, 5 ഇൻറ്റു 5 എന്ന് പറയുന്നത് 25. നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. 5 ഇൻറ്റു 5 എന്ന് പറയുന്നത് 25 ആണ്. 25 പ്ലസ് 4 29. 29 ഡിവൈഡ് ബൈ 5 കിട്ടി നമുക്ക്. ഓക്കെ, അപ്പൊ എങ്ങനെ നമുക്ക് മിനിറ്റിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അവറിലേക്ക് ആക്കി. 29 ഡിവൈഡ് ബൈ 5 ആയി. ഇവിടെ എന്താ ടൈമിന്റെ സ്ഥാനത്ത് എഴുതേണ്ടത്, 29 ഡിവൈഡഡ് ബൈ 5 എന്ന് എഴുതുക. 29 ഡിവൈഡഡ് ബൈ 5 ഇതാണ് എഴുതേണ്ടത്. അപ്പൊ 29 ബൈ 5 അവർ നമുക്ക് കിട്ടി. നമ്മൾ മിനിറ്റിനെ അവറിലേക്ക് ആക്കിയപ്പോൾ അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ചെയ്തു, 29 ബൈ 5 എന്നുള്ളത്. ഇനി നമുക്കിനി നമ്മുടെ വാല്യൂ ഒക്കെ നമുക്ക് ഇട്ട് നോക്കാം. അപ്പൊ എങ്ങനെയാണ് നമ്മൾ വാല്യൂ ഇടുന്നത്, ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു s1 ഏതാ, s1 ആദ്യത്തെ ഏതായിരുന്നു സ്പീഡ്, 25 ആണ്. 25 ഇൻറ്റു ദെൻ അടുത്തത് രണ്ടാമത്തെ സ്പീഡ് s2 ഏതാ, 4 അല്ലേ. 4 ഡിവൈഡഡ് ബൈ ഏതാ കിട്ടുന്നത്, s1 s2 കൂടി കൂട്ടാൻ, അതായത് 25 4 കൂടി കൂട്ടുക. 25 4 കൂടി കൂടുമ്പോൾ എത്രയാണ്, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാലോ, 29
ഇനി അടുത്തതിന് ശേഷം നമ്മൾ ഏത് എഴുതണ്ടേ? ഇൻറ്റു 29/5 ആണ്. അതായത് നമ്മുടെ ടൈമും കൂടി ചെയ്യണ്ടേ നമ്മള്, സ്പീഡ് ഇൻറ്റു ടൈം അല്ലേ. അപ്പൊ 29/5 എന്ന് എഴുതി. ഇതിന് ശേഷം നമുക്കിത് വെട്ടിക്കളയാലോ. 29 കൂടി പോയി, 5 പോയി, ഇവിടെ 5 ആണ് 25. അപ്പൊ ഇതെങ്ങനെ എഴുതാം നമുക്ക് ആൻസർ? ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 2 × 5 എന്ന് പറയുന്നത് 10 ആണ്. ഓക്കെ, 10 × 4 എന്ന് പറയുന്നത് 40 ആണ്. 40 എത്രയാ? കിലോമീറ്റർ പെർ അവർ. 40 കിലോമീറ്റർ പെർ അവർ. അപ്പൊ ഇതാണോ നമ്മുടെ ആൻസർ? ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 40 കിലോമീറ്റർ പെർ അവർ ആണോ? അല്ല, നിങ്ങൾ എഴുതി വെക്കരുത്. ഓപ്ഷനിൽ ഒരെണ്ണം എന്തായാലും 40 കിലോമീറ്റർ പെർ അവർ അവിടെ കാണും. അപ്പൊ അതാണ് ആൻസർ എന്ന് എഴുതരുത്. കാരണം നമ്മുടെ കറക്റ്റ് ഉത്തരം എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഡിസ്റ്റൻസ് ഡിഡ് ഹി ട്രാവൽ ബൈ ട്രെയിൻ? ട്രെയിൻ വഴിയായിട്ട് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ഏതാണെന്ന്. അങ്ങോട്ട് പോയ ഡിസ്റ്റൻസും ഇങ്ങോട്ട് വന്ന ഡിസ്റ്റൻസും സെയിം ആണ്. നമുക്കറിയാം സെയിം ദൂരം തന്നെയാണ് സഞ്ചരിച്ചതെന്ന്. പക്ഷേ രണ്ട് ദൂരം കൂടി എടുത്ത ആവറേജ് അല്ലേ നമ്മൾ ഇവിടെ എടുത്തത്. കാരണം നമ്മുടെ ഇവിടെ സ്പീഡ് നമുക്ക് തന്നിരിക്കുന്നത് ആവറേജ് സ്പീഡ് കണ്ടിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഒരെണ്ണം വേണ്ടത്. അങ്ങോട്ട് പോയതും ഇങ്ങോട്ട് പോയതും കൂടിയല്ല നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ട്രെയിൻ വഴിയായിട്ട് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് മാത്രമേ നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ. അതായത് അങ്ങോട്ട് പോയത് മാത്രം. വന്ന് നടന്നു വന്നത് നമ്മളോട് ചോദിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു ഡിസ്റ്റൻസിന് പകുതി എടുക്കുക. അതായത് സെയിം ഡിസ്റ്റൻസ് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നത്. അപ്പൊ ഈ ഒരു 40 കിലോമീറ്റർ പെർ അവറിന്റെ പകുതി മതി. അങ്ങ് ഒരു വശം പോയത് മതി, ഇങ്ങ് വന്നത് വേണ്ട. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ പകുതി എടുത്താൽ മതി. 40 / 2 എത്രയാ വരുന്നത്? 20 കിലോമീറ്റർ പെർ അവർ. ഒരു വശം പോയത് കിട്ടിയാൽ മതി. അപ്പൊ അതാണ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 20 കിലോമീറ്റർ പെർ അവർ. അതായത് ട്രെയിൻ വഴിയായിട്ട് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിക്കുമ്പോൾ 20 കിലോമീറ്റർ പെർ അവർ. ഇങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ഓപ്ഷനിൽ 20 കാണും 40 കാണും. ഇവിടെ വരെയും ചെയ്തിട്ട് 40 ആണെന്ന് ഓർത്ത് ആൻസർ എഴുതരുത്. 20 കിലോമീറ്റർ പെർ അവർ ആണ് ആൻസർ വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു ഈ പ്രോബ്ലം ചെയ്ത് എങ്ങനെയാണെന്ന്. അപ്പൊ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ആ ഒരു ഇക്വേഷനും അതിൽ പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് വെക്കാം. ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് അടുത്തൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് വരാറുള്ളത്. ഇഫ് എ ട്രെയിൻ വിത്ത് എ സ്പീഡ് ഓഫ് 60 കിലോമീറ്റർ പെർ അവർ ക്രോസ് എ പോൾ ഇൻ 30 സെക്കൻഡ് ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദി ട്രെയിൻ. ഈ ട്രെയിനുമായി ബന്ധപ്പെട്ട് ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ്. ട്രെയിനുമായി ബന്ധപ്പെടുത്തി. അപ്പൊ ട്രെയിനുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ 2 പോയിന്റ് മാത്രം ഓർമ്മയിൽ വെച്ചാൽ മതി. പേടിക്കൊന്നും വേണ്ട. ഇത് എങ്ങനെയാണ് എഴുതുന്നതെന്ന് വെച്ചാൽ, ഒരു ട്രെയിൻ, ഇവിടെ എന്തേ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്? ഒരു ട്രെയിനിന്റെ ലെങ്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പൊ ട്രെയിനിന്റെ ലെങ്ത് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നിട്ടുണ്ട് ഒരു ക്വസ്റ്റ്യൻ. ഒരു ട്രെയിൻ എത്ര സ്പീഡിലാ? 60 കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ ക്രോസ് ചെയ്യുന്ന ഒരു പോൾ മീൻസ് ഒരു ഇലക്ട്രിക് പോസ്റ്റോ അങ്ങനെയൊക്കെ ആകാം. ഒരു വളരെ ചെറുതാണ്. കാരണം നമ്മൾ ട്രെയിനിന്റെ ആ ഒരു ലെങ്ത് വിട്ടൊക്കെ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇലക്ട്രിക് പോസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ എന്താ, വളരെ ചെറുതാ. അങ്ങനെ ഒരു ഇലക്ട്രിക് പോളിനെ ക്രോസ് ചെയ്യുന്നോ? ഈ ഇലക്ട്രിക് പോളിന് പകരം ഇപ്പൊ ഒരു ക്രോസ് ചെയ്യുന്നത് ഒരു ചൈൽഡിനെയാണ്, അല്ലെങ്കിൽ ഒരു വുമണിനെയാണ്, അല്ലെങ്കിൽ മാനിനെയാണ്, അല്ലെങ്കിൽ ബോയിനെയാണെന്നൊക്കെയാ പറയുന്നെങ്കിൽ, ചൈൽഡോ മാനോ വുമണോ ബോയോ ഇങ്ങനെ ഏതെങ്കിലും ട്രെയിനിന്റെ ലെങ്ത്തുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റാത്ത ഒരു ചെറിയൊരു ഇതാണ് എങ്കിൽ, പോളിനെയോ ഈ പറയുന്ന മാൻ വുമൺ ചൈൽഡ് അങ്ങനെയൊക്കെയാണ് ട്രെയിൻ ക്രോസ് ചെയ്യുന്നതെങ്കിൽ ലെങ്ത് ഓഫ് ദി ട്രെയിൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് ഈ ലെങ്ത് ഓഫ് ദി ട്രെയിനിന്റെ ഇക്വേഷൻ നമ്മുടെ കയ്യിലില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? ആകെ നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്താ? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഇതാണ് നമുക്ക് ആകെ അറിയാവുന്നത്. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പൊ ലെങ്ത് ഓഫ് ദി ട്രെയിനുമായി ബന്ധപ്പെട്ടാണ് ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ ട്രെയിനിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ പറയുന്ന സിറ്റുവേഷനിൽ അത് ട്രെയിൻ ക്രോസ് ചെയ്യുന്നത് ഒരു പോളിനെയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചൈൽഡോ, അല്ലെങ്കിൽ ഒരു വുമണോ മാനോ, അല്ലെങ്കിൽ ഒരു ബോയോ അങ്ങനെയൊക്കെയാ തന്നിരിക്കുന്നെങ്കിൽ, ട്രെയിനിന്റെ ലെങ്ത്തുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് വളരെ ചെറുതാണ് എങ്കിൽ, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ട്രെയിനിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എങ്ങനെ വരും? സ്പീഡ് ഈസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ട്രെയിൻ ആണ്. ലെങ്ത് ഓഫ് ട്രെയിൻ നിങ്ങൾ വേണമെങ്കിൽ LT എന്ന് എഴുതിക്കോട്ടോ. ലെങ്ത് ഓഫ് ട്രെയിൻ ഡിവൈഡഡ് ബൈ ടൈം ആണ്. ലെങ്ത് ഓഫ് ട്രെയിൻ ഡിവൈഡഡ് ബൈ ടൈം. ഇവിടെ ഡിസ്റ്റൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്, ആ ദൂരം എന്ന് ഉദ്ദേശിക്കുന്നത് ട്രെയിനിന്റെ ലെങ്ത് ആണ്. ഓക്കെ, ലെങ്ത് ഓഫ് ദി ട്രെയിൻ ആണ്.
നമുക്ക് ലെങ്ത് ഓഫ് ദി ട്രെയിൻ ഇക്വേഷൻ ഇല്ല എങ്കിലും ട്രെയിനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് അത് ക്രോസ് ചെയ്യുന്നത് എന്തിനാണെന്ന് നിങ്ങൾ നോക്കുക. പോളോ, അതായത് ട്രെയിനുമായിട്ട് നമുക്ക് ബന്ധിപ്പിക്കാൻ പറ്റാത്ത വളരെ ചെറിയൊരു സാധനത്തിനെയാണ് ട്രെയിൻ അവിടെ ക്രോസ് ചെയ്യുന്നതെങ്കിൽ, അതായത് ഞാൻ ഈ പോൾ, ഇലക്ട്രിസിറ്റി പോസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും മാനോ വുമണോ ഒക്കെ ആണ് എങ്കിൽ അവിടെ സ്പീഡ് ഈസ് ഈക്വൽ ഡിസ്റ്റൻസ് ബൈ ടൈമിൽ ലെങ്ത് ഓഫ് ദി ട്രെയിൻ ആണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ട്രെയിൻ ആണ്. അപ്പോൾ സ്പീഡ് ഈസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ട്രെയിൻ ഡിവൈഡഡ് ബൈ ടൈം എന്ന് വരും. ഇവിടുത്തെ ഡിസ്റ്റൻസ് ലെങ്ത് ഓഫ് ട്രെയിൻ ആണ് കേട്ടോ. അപ്പൊ സ്പീഡ് ഈസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ട്രെയിൻ ഡിവൈഡഡ് ബൈ ടൈം. ഇനി അടുത്തൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഇപ്പൊ ട്രെയിൻ ക്രോസ് ചെയ്യുന്ന ഇവിടെ പോളോ അല്ലെങ്കിൽ മാനോ ചൈൽഡോ വുമണോ ഒക്കെ ആണെന്ന് പറഞ്ഞു. ട്രെയിനുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ലാത്ത ഒരു ലെങ്തും വിട്ടൊക്കെ ഉള്ളതാണ് നമ്മൾ പറഞ്ഞ ഒരു ഒബ്ജക്റ്റ് പറഞ്ഞത്. ഇനി ഇവിടെ വരുമ്പോഴേക്കും ട്രെയിൻ ക്രോസ് ചെയ്യുന്നത് ഇനിയിപ്പോ ഒരു ടണലിനെയാണെന്ന് വിചാരിച്ചു. ഒരു ടണലാണ് ക്രോസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം ആണ് ട്രെയിൻ ക്രോസ് ചെയ്യുന്നത്. അതല്ല എങ്കിൽ ഒരു പ്ലാറ്റ്ഫോമോ, റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമോ, ടണലോ, അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജ്, ഒരു പാലം, ഒരു വലിയൊരു പാലമാണ് ക്രോസ് ചെയ്യുന്നത്. അതല്ല എങ്കിൽ ആ പ്ലാറ്റ്ഫോമിൽ നിർത്തിയിട്ടിരിക്കുന്ന മറ്റൊരു ട്രെയിനെയാണ് ക്രോസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ട്രെയിൻ ക്രോസ് ചെയ്യുന്നത് ഈ പോളിനോ മാനിനോ വുമണിനൊക്കെ ചൈൽഡിനൊക്കെ പകരം അവിടെ വരുന്നത് ഒരു അനദർ ട്രെയിൻ, മറ്റൊരു ട്രെയിനെയാണ് അവിടെ ക്രോസ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ ഒരു ടണലാണ് ക്രോസ് ചെയ്യുന്നത്. അതല്ല എങ്കിൽ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്യുന്നു, അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം ആണ് ക്രോസ് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്ന ആ ഒരു സിറ്റുവേഷനിൽ എന്തായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്? ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറയുന്ന ഇക്വേഷനിൽ ഇവിടെ വരുന്നത് സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ലെങ്ത് ഓഫ് ദി ട്രെയിൻ, നമ്മൾ എടുക്കുന്ന ആ ഒരു ട്രെയിൻ ഏതാണോ, ആ ഒരു ട്രാവൽ ചെയ്ത് ക്രോസ് ചെയ്ത ട്രെയിൻ ഏതാണോ അതിന്റെ ലെങ്ത് ഓഫ് ദി ട്രെയിൻ പ്ലസ് അതോടൊപ്പം തന്നെ ലെങ്ത് ഓഫ് ദ സ്റ്റേഷനറി ഒബ്ജക്റ്റ്, ലെങ്ത് ഓഫ് സ്റ്റേഷനറി ഒബ്ജക്റ്റ്. ഓക്കെ, ലെങ്ത് ഓഫ് സ്റ്റേഷനറി ഒബ്ജക്റ്റ് ഇങ്ങനെയാണ് വരുന്നത്. S is equal to സ്പീഡ് ഈസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ദ, ഇവിടെ ഡിസ്റ്റൻസ് ആയിട്ട് എന്താ വരുന്നത്? ലെങ്ത് ഓഫ് ദി ട്രെയിൻ. ആ ട്രെയിനിന്റെ ലെങ്ത് എത്രയാണോ അതിനോടൊപ്പം തന്നെ ലെങ്ത് ഓഫ് ദ ഒബ്ജക്ട്, ആ ഒരു ഒബ്ജക്റ്റിന്റെ, ആ ഒരു സ്റ്റേഷനറി ഒബ്ജക്ട് ഏതാണ്, എന്തിനാണോ ക്രോസ് ചെയ്തത്. ഇപ്പൊ ടണൽ ആണെങ്കിൽ ടണലിന്റെ ആ ഒരു ലെങ്ത്, ബ്രിഡ്ജ് ആണെങ്കിൽ ബ്രിഡ്ജിന്റെ ലെങ്ത്, അതിന്റെ ലെങ്ത് കൂടി കൊടുത്തിട്ടാണ് ബൈ ടൈം ചെയ്യുന്നത്. അപ്പൊ ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക. സ്പീഡ് ഈ പറയുന്ന സിറ്റുവേഷനിൽ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് എന്ന് പറയുന്ന LT ബൈ എന്തായിരിക്കും? T ആണ്. അതല്ലെങ്കിൽ സ്പീഡ് ഈസ് ഈക്വൽ ടു LT പ്ലസ് ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റ് ആണ്, സ്റ്റേഷനറി ഒബ്ജക്റ്റ്. ദെൻ അടുത്തത് പ്ലസ് ടൈം. ഇത് പഠിച്ചു വെക്കുക. അപ്പൊ ഏത് സിറ്റുവേഷനിലാണെന്ന് ഓർക്കുക? സ്പീഡ് കണക്കാക്കുന്നത് നമ്മൾ ഈ ഒരു ട്രെയിൻ ക്രോസ് ചെയ്യുന്നത് ഒരു പോളോ ചൈൽഡോ വുമണോ മാനോ ഒക്കെ ആണെങ്കിൽ, ട്രെയിനുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റാത്ത ഒരു ദൂരം അല്ലെങ്കിൽ കമ്പയർ ചെയ്യാൻ പറ്റാത്ത ഒരു ഒബ്ജക്റ്റ് ആണ് അവിടെ ട്രെയിൻ അവിടെ ക്രോസ് ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും? വളരെ ചെറുതാണ്. അപ്പൊ അങ്ങനെയാണ് ക്രോസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ആ ട്രെയിനിന്റെ ലെങ്ത് ആയിരിക്കും. സ്പീഡ് ഈസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ദി ട്രെയിൻ ഡിവൈഡഡ് ബൈ ടൈം ആണ് വരുന്നത്. ഇനിയിപ്പോ ട്രെയിൻ ക്രോസ് ചെയ്യുന്നത് ട്രെയിനുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന അത്രയും തന്നെ ലെങ്ത് വിട്ടൊക്കെയുള്ള മറ്റൊരു ഒബ്ജക്റ്റിനെയാണ് അവിടെ ക്രോസ് ചെയ്യുന്നതെങ്കിൽ സ്പീഡ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദി ട്രെയിൻ പ്ലസ് ആ ഒരു ലെങ്ത് ഓഫ് ദി മെറ്റീരിയൽ ഒബ്ജക്റ്റ്, ആ ഒരു ഒബ്ജക്റ്റ് എന്താണോ, ആ ഒരു സ്റ്റേഷൻ ഒബ്ജക്റ്റ് എന്താണോ ഒബ്ജക്റ്റ് പ്ലസ് ലെങ്ത് ഓഫ് ദ ട്രെയിൻ പ്ലസ് ആ ഒരു ഒബ്ജക്റ്റിന്റെ ലെങ്ത്തും ഡിവൈഡഡ് ബൈ ടൈമും കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും നിങ്ങൾ ബേസിക് ഓർത്തിരിക്കുക. ഇതിനപ്പുറത്തേക്ക് കുറെ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഇത്ര മാത്രമാണ് ഓർത്തിരിക്കുന്നുണ്ടോ. ക്ലീഡ് ആസ്പെക്റ്റിൽ നമ്മൾ നോക്കുമ്പോൾ എൻട്രൻസിന് ഈ ഒരു ആസ്പെക്റ്റിൽ മാത്രമേ നിങ്ങൾ ചോദിക്കാറുള്ളൂ. ട്രെയിനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ട്രെയിനുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സ്പീഡ് ആൻഡ് ടൈമിൽ അല്ലെങ്കിൽ സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിൽ ചോദിക്കുമ്പോൾ ഈ ഒരു ഇക്വേഷൻസ് രണ്ടെണ്ണം നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ഈ പ്രോബ്ലം നമ്മുടെ ചെയ്ത് നോക്കാം. ഇഫ് എ ട്രെയിൻ വിത്ത് എ സ്പീഡ് ഓഫ് 60 km/h എന്നാ പറഞ്ഞിരിക്കുന്നത്, ക്രോസ് ചെയ്തത് പോളിനെയാണ്. 30 സെക്കൻഡില് ലെങ്ത് ഓഫ് ട്രെയിൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം പോളിനെ ക്രോസ് ചെയ്തത് കൊണ്ട് തന്നെ ആ ഒരു ലെങ്ത് ഓഫ് ദി ട്രെയിൻ ആയിരിക്കും അവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റാത്തതാണ്, ആ ഒരു ട്രെയിനിന്റെ ലെങ്ത്തുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റാത്തതാണ്. വളരെ ചെറുതാണ് പോളിന്റെ ലെങ്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു വിത്ത് എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമുക്ക് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ലെങ്ത് ഓഫ് ദി ട്രെയിൻ എന്ന് പറയുന്നതാണ് അവിടുത്തെ ഡിസ്റ്റൻസ്. ഓൾറെഡി നമുക്കറിയാം നേരത്തെ പറഞ്ഞ ഇക്വേഷൻ അനുസരിച്ച്. അപ്പോ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പൊ ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത് ഓഫ് ദ ട്രെയിൻ ആണ്, ഡിവൈഡഡ് ബൈ ടൈം കൊടുക്കുക. അതാണ് സ്പീഡ് എന്ന് പറയുന്നത്. ലെങ്ത് ഓഫ് ദി ടൈം ഡിവൈഡഡ് ബൈ
ലെങ്ത് ഓഫ് ദി ട്രെയിൻ ഡിവൈഡഡ് ബൈ ടൈം. ഇതാണ് സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേ? ലെങ്ത് ഓഫ് ദി ട്രെയിനാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ട്രെയിനിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. നമുക്ക് എന്ത് ചെയ്യാം? ക്രോസ് ചെയ്ത് കണ്ടുപിടിക്കാമല്ലോ. എന്ത് ചെയ്യാം? ലെങ്ത് ഓഫ് ദി ട്രെയിൻ ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യാം? സ്പീഡ് ഇൻറ്റു ടൈം ചെയ്താൽ മതി. ലെങ്ത് ഓഫ് ദി ട്രെയിൻ ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം ചെയ്താൽ മതി. കാരണം നമ്മുടെ ഇവിടെ ഡിസ്റ്റൻസ് ഉദ്ദേശിക്കുന്നത് ലെങ്ത് ഓഫ് ദി ട്രെയിൻ ആണ്, പോൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ അനുസരിച്ച്. അപ്പൊ ലെങ്ത് ഓഫ് ദി ട്രെയിൻ ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം ആണ് വരുന്നത്. ഇവിടെ ലെങ്ത് ഓഫ് ദി ട്രെയിൻ ഈസ് ഈക്വൽ ടു സ്പീഡ് എത്ര ഇവിടെ തന്നിരിക്കുന്നത്? 60 ആണ്. ഓക്കെ, 60 ആണ് തന്നിരിക്കുന്നത്. എത്ര തന്നിരിക്കുന്നത്? ഇനി ടൈം തന്നിരിക്കുന്നത് 30 ആണ്. 30 സെക്കൻഡ് ആണ്. ഇപ്പൊ സപ്പോസ് നമുക്കിത് 60 km/h ആണ് തന്നിട്ടുള്ളത്. പക്ഷെ എന്നാലും ഓപ്ഷണൽ ആൻസേഴ്സ് നമുക്ക് ഓപ്ഷൻ തന്നിട്ടുള്ളത് 400 മീറ്റർ, 500 മീറ്റർ, 450 മീറ്റർ, 700 മീറ്റർ ഇങ്ങനെ തന്നിരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ ഇത് മീറ്ററിലാണ് തന്നിരിക്കുന്നത്. ഇത് km/h അവർ സ്പീഡ് തന്നിരിക്കുന്നത്. പക്ഷെ ഓപ്ഷൻ തന്നിരിക്കുന്നത് എന്താ? മീറ്റർ/h. അപ്പൊ ഞാൻ എന്താ പറഞ്ഞിരുന്നത്? ആദ്യമേ നമ്മൾ പറഞ്ഞു ഓപ്ഷൻ എന്താണോ തന്നിരിക്കുന്നത്, ഏത് യൂണിറ്റിലാണോ ആ യൂണിറ്റിലേക്ക് നമ്മൾ ആദ്യമേ കൺവേർട്ട് ചെയ്യണം. അപ്പൊ ഈ സ്പീഡിനെ km/hലേക്കുള്ളത് നമ്മൾ ഇവിടെ സെക്കൻഡ് ആണ്. അപ്പൊ മീറ്റർ/സെക്കൻഡിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുക. അപ്പൊ കൺവേർട്ട് ചെയ്യാനായിട്ട് എന്താ ചെയ്യുക? എങ്ങനെ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. km/hനെ മീറ്റർ/സെക്കൻഡിലേക്ക് ആക്കാൻ 5/18 കൊണ്ട് ഇൻറ്റു ചെയ്യുക. ഇൻറ്റു 5/18. ഇതെങ്ങനെ ചെയ്യാ? ഇനി ഇത് 6ന്റെ മൾട്ടിപ്പിളിൽ പോകും. ഓക്കെ, 6 10 ആണ്. 60 6 3 80. ഓക്കെ, അപ്പൊ നമുക്ക് വെട്ടിക്കളയാൻ പറ്റും. ഇനി ഇവിടെ 3 1 ആണ്. 3യുടെ മൾട്ടിപ്പിളിൽ പോകും. 3 10 ആണ്. 30 വരുന്നത്. ഇനി എത്ര വരും? 10 × 10 എന്ന് പറയുന്നത് 100 ആണ്. 100 × 5 500 വരും. 500 എത്രയാണ്? മീറ്റർ ആണ്. ഇത് എന്തുകൊണ്ട് നമ്മൾ ഇത് മീറ്റർ/സെക്കൻഡിലേക്ക് ആക്കിയത്? ഇവിടെ സെക്കൻഡ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഓപ്ഷനിൽ ഏതാ നമുക്ക് തന്നിരിക്കുന്നത്? km/h ആണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിലും ഓപ്ഷനിൽ തന്നിരിക്കുന്നത് മീറ്ററിലേക്കാണ്. 400 മീറ്റർ, 500 മീറ്റർ, 450 മീറ്റർ, 700 മീറ്റർ അങ്ങനെ മീറ്ററിലാണ് തന്നിരിക്കുന്നത്. സെക്കൻഡ് ആണ് 10 തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ഓപ്ഷൻ അനുസരിച്ച് നമ്മളത് കൺവേർട്ട് ചെയ്യണം യൂണിറ്റ്. ഇപ്പൊ km/hനെ മീറ്ററിലേക്ക് ആക്കാനായിട്ട്, മീറ്റർ/സെക്കൻഡിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 5/18 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ചെയ്തത്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഏതാ കറക്റ്റ് ആയിട്ടുള്ളത്? സെക്കൻഡ് ഓപ്ഷൻ 500 മീറ്റർ ആണ് കറക്റ്റ് ആയിട്ടുള്ള വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എങ്ങനെയാണ് ഇത് ചെയ്തതെന്ന്. ലെങ്ത് ഓഫ് ദി ട്രെയിൻ എന്ന് പറയുന്നതായിരിക്കും ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ക്രോസ് ചെയ്തത് പോളിനെയാണ്, അല്ലെങ്കിൽ ഒരു വുമണിനെയാണ്, ചൈൽഡിനെയാണ്, ബോയിനെയാണെന്നൊക്കെ പറയുന്ന സിറ്റുവേഷനിൽ ട്രെയിനിന്റെ ലെങ്ത്തുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റാത്തതിനെയാണ് ക്രോസ് ചെയ്തതെങ്കിൽ. ഇനിയിപ്പോ ഈ ട്രെയിൻ ക്രോസ് ചെയ്ത ഒരു പോളിന് പകരം ഒരു ടണൽ ആയിരുന്നെങ്കിലോ എങ്ങനെയാണ് വരിക? അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജിനെയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ബ്രിഡ്ജ് ഓർ ടണലിനെയാണ് ക്രോസ് ചെയ്യുന്നത്. അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? അപ്പൊ ഏത് രീതിയിലായിരിക്കും ഈ ഒരു ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുക? നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ വെച്ച് തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. നമ്മൾ രണ്ടെണ്ണം പറഞ്ഞില്ലേ? ലെങ്ത് ഓഫ് ട്രെയിൻ പ്ലസ് അതോടൊപ്പം തന്നെ എന്തെന്ന് വേണേ? ആ ഒരു ലെങ്ത് ഓഫ് ദ ആ ഒരു മെറ്റീരിയൽ ആയിട്ടുള്ള ഒബ്ജക്റ്റ് എന്താണോ ആ ഒരു ഒബ്ജക്ട് ഡിവൈഡഡ് ബൈ ടൈം, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ആ ഒരു ടൈപ്പിലുള്ള ഒരു പ്രോബ്ലം കൂടി ആൻസർ ചെയ്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്, പക്ഷെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടെ ബ്രിഡ്ജിനെയാണ് ട്രെയിൻ ക്രോസ് ചെയ്യുന്നത്. ഇപ്പൊ ബ്രിഡ്ജിനെ ക്രോസ് ചെയ്യാന്ന് പറയുമ്പോൾ എന്താ? ബ്രിഡ്ജ് എന്ന് പറയുന്നത് ട്രെയിനിന്റെ ആ ഒരു ലെങ്ത്തുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ എങ്ങനെ വരും? ഇഫ് എ ട്രെയിൻ ഓഫ് ലെങ്ത് 300 മീറ്റർ ലെങ്ത് ഉള്ള ഒരു ട്രെയിൻ, മീറ്ററിലാണ് തന്നിരിക്കുന്നത്, വിത്ത് എ സ്പീഡ് ഓഫ് 60 km/h 60 km/h സ്പീഡില് ക്രോസ് ചെയ്യുന്നു ബ്രിഡ്ജിനെ. എന്തിനാ ക്രോസ് ചെയ്യുന്നത്? ബ്രിഡ്ജിനെയാണ് ക്രോസ് ചെയ്യുന്നത് ഈ 30 സെക്കൻഡില്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ ബ്രിഡ്ജ്. ബ്രിഡ്ജിന്റെ ലെങ്ത് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ എന്താ ഇക്വേഷൻ അപ്ലൈ ചെയ്യേണ്ടത്? നമ്മുടെ ബേസിക് ഇക്വേഷൻ എന്താ? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഇതാണ് നമ്മുടെ ബേസിക് ഇക്വേഷൻ. നമുക്ക് ഈ ഒരു ഇക്വേഷൻ മാത്രമേ ഉള്ളൂ. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഇതിലിവിടെ എന്തായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ക്രോസ് ചെയ്യുന്നത് ബ്രിഡ്ജിനെ ആയതുകൊണ്ട് തന്നെ ലെങ്ത് ഓഫ് ദി ട്രെയിൻ പ്ലസ് അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞ എന്തും കൂടി വരുന്ന ആ ഒരു ഒബ്ജക്റ്റ് എന്താണോ അതിന്റെ ലെങ്ത്. അപ്പൊ ഇവിടെ എന്താ? ബ്രിഡ്ജ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ലെങ്ത് ഓഫ് ദ ബ്രിഡ്ജ് ഡിവൈഡഡ് ബൈ എന്താ ഡിവൈഡ് ചെയ്യുന്നത്? ടൈം. അപ്പൊ ഇങ്ങനെയാണ് വരുന്നത്. സ്പീഡ് ഈസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ദി ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് ദി ബ്രിഡ്ജ് ഡിവൈഡഡ് ബൈ ടൈം ആണ് ഇവിടുത്തെ ഇക്വേഷൻ വരുന്നത്. എങ്ങനെയാണ് വന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതെങ്ങനെ നമ്മൾ എഴുതും? അപ്പൊ ഇവിടെ എങ്ങനെ നമ്മൾ എഴുതേണ്ടതാ? Speed is equal to length of the train plus length of the bridge divided by time.
അപ്പൊ ഇതിൽ നിന്ന് നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറ്റുക? നമ്മൾ ഇത് ക്രോസ് ചെയ്യണം. നമുക്ക് ഇതാണ് കണ്ടുപിടിക്കേണ്ടത്, ലെങ്ത് ഓഫ് ദ ബ്രിഡ്ജ് ആണ് കണ്ടുപിടിക്കേണ്ടത്, ലെങ്ത് ഓഫ് ദ ബ്രിഡ്ജ്. അപ്പൊ ലെങ്ത് ഓഫ് ദ ബ്രിഡ്ജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ക്രോസ് ചെയ്യുക. ലെങ്ത് ഓഫ് ദ ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് ദി ബ്രിഡ്ജ് ഈസ് ഈക്വൽ ടു, ക്രോസ് ചെയ്തേ, സ്പീഡ് ഇൻറ്റു ടൈം, സ്പീഡ് ഇൻറ്റു ടൈം ആയി. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്കറിയാം എന്താണ് ഇവിടുത്തെ ലെങ്ത് ഓഫ് ദി ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് ദി ബ്രിഡ്ജ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം എന്ന് പറയുന്നത്. സ്പീഡ് ഏതാ ഇവിടെ തന്നിരിക്കുന്നത്? സ്പീഡ് ഇൻറ്റു ടൈം നമുക്ക് ചെയ്യേണ്ടത്. ഇവിടുത്തെ സ്പീഡ് ഏതാ? 60 km/h. ഓക്കെ, അപ്പൊ ഇപ്പോഴും നമുക്ക് എന്തിലേക്ക് ആക്കേണ്ടത്? മീറ്ററിലേക്കാണ് നമുക്ക് ആക്കേണ്ടത്. അപ്പൊ മീറ്ററിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? കിലോമീറ്ററിൽ തന്നിരിക്കുന്ന മീറ്ററിലേക്ക്, ലെങ്ത് ഓഫ് ദി ബ്രിഡ്ജ് അല്ലേ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പൊ അത് നമ്മൾ മീറ്ററിലേക്കാണ് നമുക്ക് ആക്കേണ്ടത്. അപ്പൊ മീറ്ററിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓപ്ഷനിലെ മീറ്റർ ആണ്. അപ്പൊ നമുക്ക് മീറ്ററിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് 60 ആണ്. 60 ഇൻറ്റു എന്താ ചെയ്യുക? 5/18 ആണ് ചെയ്യേണ്ടത് മീറ്ററിലേക്ക് ആക്കാൻ. കിലോമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കാനായിട്ട് 5/18 ആണ് നമ്മൾ പറഞ്ഞ ഫോർമുല തന്നെ ചെയ്യുക. 5/18 then ഇൻറ്റു ടൈം. ടൈം എത്രയാണ് വന്നത്? സ്പീഡ് എന്ന് പറയുന്നത് നമ്മൾ 60 എഴുതി, അത് മിനിറ്റിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട്, മീറ്ററിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് 5/18 നമ്മൾ കൊടുക്കാം. ഇൻറ്റു ടൈം എത്ര എടുത്തത്? 30 സെക്കൻഡ് ആണ് ഇവിടെ എടുത്തത്. സോ 30 നമ്മൾ എഴുതി. ഇനി നമ്മൾ സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യുന്നത് എങ്ങനെയാ? ഓക്കെ, 6ന്റെ മൾട്ടിപ്പിൾ ആണ്. 6 3 വന്നു, 10 വന്നു. 3യുടെ മൾട്ടിപ്പിൾ ആണ്, 3 1 വന്നു, 3 10 വന്നു. ഓക്കെ, അപ്പൊ 10 ഇൻറ്റു 10 100, 100 ഇൻറ്റു 5 500. ഓക്കെ, എന്താ ഈ 500 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയത്? ലെങ്ത് ഓഫ് ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് ബ്രിഡ്ജ്, രണ്ടിന്റെയും കൂടി കിട്ടിയത്. ലെങ്ത് ഓഫ് ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് ബ്രിഡ്ജ് ആണ് ഈസ് ഈക്വൽ ടു 500 നമുക്ക് കിട്ടിയത്. ഇത് നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണേ? ലെങ്ത് ഓഫ് ദി ബ്രിഡ്ജ്, ബ്രിഡ്ജിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണേ. ട്രെയിനിന്റെ ലെങ്ത് ഉണ്ടോ? ഉണ്ടല്ലോ. ലെങ്ത് ഓഫ് ദി ട്രെയിൻ എത്രയാ? 300 മീറ്റർ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ലെങ്ത് ഓഫ് ദി ട്രെയിൻ എന്ന് പറയുന്നത് 300 ആണ്. 300 പ്ലസ് ലെങ്ത് ഓഫ് ദി ബ്രിഡ്ജ് ഈസ് ഈക്വൽ ടു 500 എന്ന് എഴുതി. ഇത് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ലെങ്ത് ഓഫ് ദ ബ്രിഡ്ജ് ആണ്. സോ ലെങ്ത് ഓഫ് ദി ബ്രിഡ്ജ് ഈസ് ഈക്വൽ ടു, പ്ലസ് ഇപ്പുറത്തേട്ട് വരുമ്പോൾ എന്താവും? മൈനസ് ആവും. 500 മൈനസ് 300 ഈസ് ഈക്വൽ ടു എത്രയാ വരുന്നത്? 200. 200 എത്രയാ? മീറ്റർ. അപ്പൊ എങ്ങനെയാണ് ലെങ്ത് ഓഫ് ദ ബ്രിഡ്ജ് വരുന്നത്? ലെങ്ത് ഓഫ് ദി ബ്രിഡ്ജ് ഈസ് ഈക്വൽ ടു 200 മീറ്റർ. ഇങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്. നിങ്ങൾ നോക്കുക എന്തിനാണ് അവിടെ ട്രെയിൻ ക്രോസ് ചെയ്യുന്നത് നോക്കിയിട്ടാണ് സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് പ്രോബ്ലം വരുമ്പോൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ടൈം ആൻഡ് ഡിസ്റ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന പോർഷൻസ് എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങൾ ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു വെക്കുക. എങ്ങനെയാണ് കിലോമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കേണ്ടത്, എങ്ങനെയാണ് ഈ പറയുന്ന ട്രെയിനുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അപ്ലൈ ചെയ്യേണ്ടത് ഇക്വേഷൻസ് എന്നുള്ളതെല്ലാം നിങ്ങൾ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു വെക്കുക. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ നിങ്ങൾ ഷുവർ ആയിട്ടും ആൻസർ ചെയ്ത് കറക്റ്റ് ആക്കുക, തെറ്റിക്കരുത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചത് കണ്ട് മനസ്സിലാക്കി വെക്കുക. കൂടുതൽ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഇത്രയാണ് നമ്മൾ ടൈം ആൻഡ് ഡിസ്റ്റൻസ് പോർഷനിൽ നിന്ന് എടുക്കുന്നത്. എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂല് ഇത് ഈ ഒരു രീതിയിലായിരിക്കും പോർഷൻസ് നിന്നായിരിക്കും നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ട്, നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക.